വരാനിരിക്കുന്ന LDC പരീക്ഷ വീട്ടിലിരുന്ന് പഠിച്ചാൽ നേടാൻ പറ്റും. ഒരുപാട് പേരുടെ സംശയമാണ് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് തൊഴിൽ വീതി പോലെയുള്ള തൊഴിൽ വാർത്ത പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ സഹായകമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ പഠിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരോടായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വരാൻ പോകുന്ന LDC എക്സാം ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിക്കണോ, പഠിച്ചാൽ കിട്ടുമോ? പക്ഷേ 5 കാര്യങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി കൃത്യമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം. നിങ്ങൾക്കൊരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ദിവസവും എന്ത് പഠിക്കണം, എത്ര സമയം പഠിക്കണം, ഓരോ സമയവും ഞാൻ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കേണ്ടത്. ഇപ്പോൾ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വായിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കൃത്യമായി ഒരു പരീക്ഷയ്ക്ക് ആപ്റ്റാകുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ കിട്ടുന്നുണ്ടോ, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്. ആ സ്റ്റഡി പ്ലാൻ ഉണ്ട് എങ്കിൽ ഒരു നിശ്ചിത സമയം വരെ, ഇപ്പോൾ ഒരു 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം എന്താണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും. അതനുസരിച്ച് ഓരോ ദിവസവും നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റും. ഒരു ദിവസം റിവിഷന് വേണ്ടിയിട്ട് ഏത് സമയമാണ് മാറ്റിവെക്കേണ്ടത്, ഏത് സമയമാണ് മോക്ക് എക്സാമിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാവുന്നത് സ്റ്റഡി പ്ലാനിലൂടെയാണ്. ഒറ്റയ്ക്ക് പഠിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ സ്റ്റഡി പ്ലാന്റെ സഹായം ഇല്ലാതെ പഠിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റാത്തത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. പലരും SCRT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും ഒക്കെ വായിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ റാങ്ക് ഫയലുകൾ വാങ്ങി വായിക്കുന്നവരുണ്ട്. യൂട്യൂബിൽ നിരന്തരമായി പല ചാനലുകൾ മാറി മാറി ക്ലാസ്സുകൾ കാണുന്നവരുണ്ടാവും. അതേപോലെ ടെലഗ്രാം ചാനലുകളുടെ സപ്പോർട്ടോടുകൂടി പഠിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് വേണ്ടി എന്താണ് പഠിക്കേണ്ടത്, സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതനുസരിച്ച് ഞാൻ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സോഴ്സുകൾ തപ്പിപ്പോവുകയും നിങ്ങളുടെ സമയം ആ സോഴ്സുകൾ കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ റിസൾട്ടിലോട്ട് വരുമ്പോൾ ഈ മാധ്യമങ്ങൾ, ഈ സോഴ്സുകളായിരിക്കും നിങ്ങളുടെ ഒരുപാട് സമയം കൊണ്ടുപോവുക. അതുകൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ച് ആ പരീക്ഷയ്ക്ക് എത്രത്തോളം മാർക്കാണോ ഓരോ ടോപ്പിക്കിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. അത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ പരീക്ഷകളും അതേപോലെ തന്നെ നിലവിലത്തെ ട്രെൻഡും നിലവിലത്തെ പരീക്ഷകളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് എടുത്തു വെച്ച് പഠിക്കാൻ കഴിയുന്ന ടോപ്പിക്കുകൾ, അതിനുള്ള നോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അല്ലെങ്കിൽ ഒരുപാട് സമയം ഈ റിസോഴ്സുകൾക്ക് വേണ്ടി നിങ്ങൾ കളയും, അവസാനം യാതൊരു പ്രയോജനവും ഉണ്ടാവാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ സെലക്റ്റീവായി നിങ്ങൾ എന്ത് ചെയ്യുക, സോഴ്സുകളെ സെലക്ട് ചെയ്യുക. അതിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ നിങ്ങൾ കോച്ചിങ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകളാണോ കിട്ടുന്നത്, അവിടെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോട്ടുകൾ കിട്ടുന്നുണ്ടോ, ആ നോട്ടുകളിൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ടോ, അത് ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പണം എന്ത് ചെയ്യും, വെറുതെ വേസ്റ്റായിട്ട് പോകുന്നതിനത് കാരണമാകും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷന് വേണ്ടിയിട്ടും മോക്ക് എക്സാമിന് വേണ്ടിയിട്ടും സമയം മാറ്റിവെക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടാവും, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ പഠിച്ച കാര്യങ്ങൾ അവരുടെ മെമ്മറിയിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം മാറ്റിവെക്കാറില്ല. അതായത് റിവിഷന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാറില്ല, മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കും തോറും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മോക്ക് എക്സാം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു 10 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 15 ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുന്തോറും ചെയ്താൽ നിങ്ങൾ എത്രത്തോളം ആ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് കൃത്യമായി നിങ്ങൾക്ക് അളക്കാൻ പറ്റും. അതേപോലെ വീക്ക്ലി ഒരു എക്സാം കൂടി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരാഴ്ച പഠിച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിലവിലത്തെ ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായി ഒന്ന് ഉറപ്പിക്കാനായിട്ട് അതിലൂടെ സാധിക്കും. അപ്പോൾ റിവിഷൻ മോക്ക് എക്സാം മസ്റ്റാണ്, അതൊരിക്കലും ഒഴിവാക്കി നിങ്ങൾ പഠിക്കരുത്. നാലാമത്തെ മർമ്മപ്രധാനമായ കാര്യം ഇതാണ് മക്കളെ, അത് മെന്റർ സപ്പോർട്ടാണ്. നിങ്ങൾ ഒന്നെങ്കിൽ ഈ എക്സാം ക്രാക്ക് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട്
പഠിപ്പിക്കുന്ന ആളുകൾ, ഇവരുടെ ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾ നേടുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ആദ്യമായി പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ എന്താണ് PSC എക്സാം, ഇതിന്റെ പൾസ് എന്താണ്, അല്ലെങ്കിൽ ഈ പരീക്ഷയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒന്നെങ്കിൽ എക്സാം അടുത്ത കാലത്ത് ക്ലിയർ ചെയ്ത, ഏറ്റവും അടുത്ത റീസെൻ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത ആളുകൾക്ക് സാധിക്കും. അല്ല എങ്കിൽ ഒരുപക്ഷെ ഈ ഫീൽഡിൽ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന അധ്യാപകനൊക്കെ സാധിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരാളുടെ സപ്പോർട്ട് എടുക്കാനായിട്ട് മടി കാണിക്കരുത്. കാരണം ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം ഇനി അയാളോട് ചോദിക്കണമല്ലോ, ഒരു നാണക്കേടാണല്ലോ, അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരുടെ അഡ്വൈസ് വാങ്ങിക്കുക. അങ്ങനെ അഡ്വൈസ് വാങ്ങിച്ച് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ. കാരണം മുന്നിലുള്ള ഏതെങ്കിലും ഒരു അപകടം അയാൾക്ക് നിങ്ങളെക്കാൾ നന്നായിട്ട് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് വാങ്ങാം. ഇനിയും ഏറ്റവും അവസാനത്തതും ഈ 4 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. അതായത് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ മടുപ്പ് തോന്നാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ കയറി വരാം. പഠിക്കേണ്ടതുണ്ടോ, ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ മടുപ്പ് കൊണ്ട് പോയേക്കാം. വീട്ടു ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ മടുപ്പ് കൊണ്ട് നിങ്ങൾ പഠനം ഉപേക്ഷിച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് കളിക്കാനോ അല്ലെങ്കിൽ പുറത്തു പോകാനോ സിനിമ കാണാനോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് കയറി വന്നേക്കാം. അപ്പം അതിൽ നിന്നൊക്കെ മാറി വീണ്ടും പഠനത്തിൽ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ മോട്ടിവേഷൻ വേണം. ഒരുപക്ഷെ ഈ മെന്റർക്ക് ആ മോട്ടിവേഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തരാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചാലും മതി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അഡ്വൈസ് നിങ്ങൾ നേടുക. അതിന് തീർച്ചയായും നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിനെയും സമീപിക്കാം. സൂപ്പർ നോട്ട്സിന്റെ ബാച്ചുകൾ ഇപ്പോൾ LDC 1 ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിന്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവിടെ കാണും. അതേപോലെ ഈ ക്ലാസ്സുകൾ ബേസ് ചെയ്യുന്ന മുഴുവൻ നോട്ടും അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന നോട്ടുകൾ അവിടെ കാണും. ഈ ഓരോ നോട്ടും ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകൾ നമ്മൾ ആപ്പിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് തരും. ഈ ഒരാഴ്ചയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള വീക്ക്ലി എക്സാമുകൾ കാണും. അതേപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നമ്മുടെ ആപ്പിൽ പ്രോപ്പറായിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള മെന്റർ കാണും. അവിടെ ഒരു ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരു മെന്റർ കാണും. ആ മെന്ററുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, മുന്നോട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞ് അവരിൽ നിന്നൊരു അഡ്വൈസ് വാങ്ങി ഏത് മെറ്റീരിയലാണ് പഠിക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒരു പ്രോപ്പർ മെന്റർ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. ഇനി ഇതും പോരാഞ്ഞിട്ട് നിങ്ങളൊന്ന് വീണാൽ, നിങ്ങൾ ഈ പഠനത്തിൽ നിന്നൊന്ന് വഴിമാറി സഞ്ചരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, മക്കളെ എല്ലാ മൺഡേയും വൈകുന്നേരം 6 മണിക്ക് അമൽ സാറ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സെഷനുമായിട്ട് വരും. ആ മോട്ടിവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മളെ വിളിച്ച് നിങ്ങൾക്ക് അഡ്വൈസുകൾ ചോദിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കൃത്യമായുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിൻ്റെ LDC 1 ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പഠിച്ചാൽ, ഇപ്പം നിങ്ങളൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പഠിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആണ്. അതേപോലെ അവിടെ ചെന്നിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഫിസിക്സിൻ്റെ ക്ലാസ് കിട്ടിയാൽ ചിലപ്പോൾ ഇനി അടുത്ത ഫിസിക്സിൻ്റെ ക്ലാസ് കിട്ടാൻ പോകുന്ന ഒരു 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും എഴുതുക. ചിലപ്പോൾ എല്ലാ ദിവസവും 100 മാർക്കിൻ്റെ എക്സാം എഴുതുന്ന അത്ര പ്രാക്ടിക്കലി നല്ലതായിട്ട് വരണമെന്നില്ല. അപ്പം ചിലപ്പോൾ പുതിയ ടോപ്പിക്കൽ റാങ്ക് ഫയലിൽ നിന്ന് പഠിക്കാനൊക്കെ പറയും. അതൊക്കെ നിങ്ങൾക്ക് ഹെക്റ്റിക് ആയിട്ട് മാറും. അപ്പം അതൊന്നുമില്ലാതെ സ്വതന്ത്രമായി ഒരു വീടിൻ്റെ ചുറ്റുപാടിൽ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ക്ലാസ് കണ്ട് നോട്ട് വായിച്ച് കൃത്യമായി പഠിച്ച് ഒരു മെന്റർ സപ്പോർട്ടോടുകൂടി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റിലോ ഉണ്ടാവും. ജസ്റ്റ് ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് 8281223366 എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിക്കാം. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ അഡ്വൈസ് ചോദിക്കാം. ധൈര്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാലടികൾ വെച്ച് തുടങ്ങാം. വൈകിട്ടില്ല, ഇപ്പോഴാണ് ഏറ്റവും മികച്ച സമയം. 8281223366 നമ്പറിലോട്ട് വിളിച്ചോ, അഡ്മിഷൻ എടുത്തോ, അടിപൊളിയായിട്ട് പഠിച്ചോ.